ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മണി ടോക്കിലൂടെ നമ്മൾ പുതിയൊരു സംരംഭമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഇൻഫർമേഷൻസ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിൽ പലരും നല്ലൊരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ് പലപ്പോഴും ഒരു സംരംഭം തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ തുടങ്ങുന്ന സംരംഭം പലപ്പോഴും ചെറുതാകാം, അല്ലെങ്കിൽ മീഡിയം ആകാം, അല്ലെങ്കിൽ ലാർജ് ആകാം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ പ്ലാനിങ്ങുകൾ, ചിന്താഗതികൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട്, ഇതൊക്കെ ആശ്രയിച്ചിട്ടാണ് പലപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ സൈസ് നമ്മൾ നിർണ്ണയിക്കുന്നത്. അതേപോലെ തന്നെ ലാഭവും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അധികം റിസ്ക് ഇല്ലാതെ എന്നാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കോടികൾ നമുക്ക് ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ മണി ടോക്കിലൂടെ ഷെയർ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കൺസ്ട്രക്ഷൻ മേഖല, പണ്ട് കാലത്തൊക്കെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഒരുപാട് ആളുകളുടെ ആവശ്യമുണ്ടായിരുന്നു, ശരിയല്ലേ? കോൺക്രീറ്റ് കൂട്ടാനായിട്ട്, മിക്സ് ചെയ്യാനായിട്ട്, തറ ലെവലാക്കാനായിട്ട്, അങ്ങനെ ഒരുപാട് ആളുകളുടെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ലേബർ പവർ കൂടുതലായിരുന്നു, എക്സ്പെൻസും അതുപോലെ തന്നെ കൂടുതലായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മേഖലയിൽ ആകെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും അതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട, കൺസ്ട്രക്ഷൻ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംരംഭമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ മേഖലയിലെ മെഷീനറീസ്, ഹെവി മെഷീനറി, പണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്മോൾ സ്കെയിൽ ടൂൾസ് ഒന്നുമല്ല നമ്മളിന്ന്, ഹെവി മെഷീനറീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഹെവി മെഷീനറീസ് നമുക്ക് റെൻ്റലായി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നല്ല വരുമാനം, അത് ലക്ഷക്കണക്കിന് വരുമാനം നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു ബിസിനസ് മേഖലയാണ് ഹെവി എക്യുപ്മെൻറ്റ് റെൻ്റൽ സർവീസ് എന്ന് പറയുന്നത്. ഈ ഹെവി എക്യുപ്മെൻറ്റ് റെൻ്റൽ സർവീസിന് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്, നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അങ്ങനെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് ഈ മേഖലയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അത് വെറുതെ പറയുന്നതല്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മേഖലയിൽ ഹെവി എക്യുപ്മെൻറ്റ്സ് നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിൽ റിസ്ക് ഫാക്ടർ ഉണ്ട്, പക്ഷേ റിസ്ക് അത്ര ഹെവി അല്ല. റിസ്ക് അധികമില്ലാത്തൊരു മേഖല കൂടിയാണിത്. ഇതിലേക്ക് അധികം ആളുകൾ കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ സംരംഭം വിജയിക്കാനുള്ള കാരണവും അതൊക്കെ തന്നെയാണ്. ഒന്ന്, ഇതിനൊരു ഹ്യൂജ് എമൗണ്ട് ആവശ്യമുണ്ട്. രണ്ടാമത്, റിസ്ക് മോഡറേറ്റ് റിസ്ക്കേ ഉള്ളൂ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കോമ്പറ്റേറ്റർമാരില്ലാത്തൊരു മേഖലയാണ് ഈ ഹെവി എക്യുപ്മെൻ്റ് റെൻ്റൽ സർവീസ് എന്ന് പറയുന്ന മേഖല. ഇവിടെ ക്രെയിനുകൾ, JCB, ബുൾഡോസർ, കോൺക്രീറ്റ് പമ്പുകൾ, റെഡി മിക്സുകൾ, അതുപോലെ തന്നെ SPMD ഒന്നും നമ്മുടെ സംസ്ഥാനത്തില്ല. കാരണം ഹെവി എക്യുപ്മെൻറ്റ്സ് കൊണ്ടുപോകുന്ന വെഹിക്കിളുകളൊന്നും നമ്മുടെ സംസ്ഥാനത്തില്ല അങ്ങനെ. അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുക, അവയൊക്കെ നമ്മൾ റെൻ്റലിന് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ റെൻ്റൽ എന്ന് പറയുന്ന പെർ അവറാണ്, അത് മണിക്കൂർ അനുസരിച്ചാണ് ഇതിനൊക്കെ വാടക ലഭിക്കുക എന്ന് പറയുന്നത്. ഇതിനൊക്കെ നല്ല കോസ്റ്റ് വരുന്ന എക്യുപ്മെൻറ്റ്സ്, മെഷീനറീസാണ്, അല്ലെങ്കിൽ വെഹിക്കിൾസാണ് ഇതെല്ലാം. അപ്പം നമ്മൾ ബാങ്കുകളുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ലോൺ സാങ്ഷനാക്കി ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയം നിങ്ങൾക്ക് നേരിടത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റർമാരില്ല എന്നുള്ളത് തന്നെ ഒന്ന്. രണ്ട്, നമ്മുടെ രാജ്യം പുരോഗതിയുടെ പാതയിൽ തന്നെയാണ്. അപ്പം ഡെവലപ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഈ വക മെഷീനറീസിൻ്റെ ആവശ്യക്കാരും കൂടുതലാണ്.
ആവശ്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ലാഭം നമുക്ക് കിട്ടും. അതുകൊണ്ട് റിസ്കിൻ്റെ ഫാക്ടർ ഇവിടെ വളരെ കുറവാണ്. ഇതിൽ വേണ്ടതെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റാണ്. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, അതിപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇത് മുഴുവൻ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ല എങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊരു കമ്പനി രൂപീകരിച്ച് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. കാരണം ഇത് നമ്മുടെ സംസ്ഥാനത്ത് വളരെ കുറവാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ ഹെവി എക്യുപ്മെൻറ്റ് കൊണ്ടുപോകുന്ന വെഹിക്കിൾ, SPMD വെഹിക്കിളൊന്നും വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല എങ്കിൽ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതാകുമ്പം ചെറിയ കോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടും. അത്ര ചെറുതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും മറ്റുള്ളതിനെ അപേക്ഷിച്ച് നമുക്ക് ഒരു ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പം അങ്ങനെയുള്ള മേഖലകൾ, അതായത് കോമ്പറ്റീറ്റർമാർ വളരെ കുറവുള്ളതും എന്നാൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള മേഖലകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം നേരിടത്തില്ല. ഈ ഹെവി എക്യുപ്മെൻ്റൽ റെൻ്റൽ സർവീസുകൾ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് പുതിയൊരു വിപ്ലവമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നൊരു മേഖലയാണ്. അപ്പം ഈ മേഖലയെക്കുറിച്ചൊന്ന് പഠിക്കുക. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരിക്കലും ഈ മേഖലയിൽ നിന്ന് നിങ്ങൾക്കൊരു നഷ്ടം സംഭവിക്കത്തില്ല, അത് ഷുവറാണ്. അപ്പം വീണ്ടും മറ്റൊരു നല്ല ആശയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.